ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ദാസപ്പനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഡിവോഴ്സ് ആകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ആലോചനയെ കുറിച്ച് ദാസപ്പൻ സുഭാഷിനോട് പറയുകയാണ്. എല്ലാം കേട്ട് സുഭാഷ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ദാസപ്പനോട് പറയുന്നു. ദാസപ്പൻ പറയുകയാണ്, ആ പെൺകുട്ടിക്ക് നിന്നെക്കാട്ടും 2-3 വയസ്സ് പ്രായ കൂടുതലുള്ളതാ. അപ്പൊ സുഭാഷ് പറയണ, എനിക്കതൊരു പ്രശ്നമല്ല ദാസപ്പേട്ടൻ, ആ വീട്ടുകാരുമായിട്ട് ഒന്ന് സംസാരിക്കും, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി സുഭാഷ് എന്ന് ദാസപ്പൻ പറയുമ്പോൾ സുഭാഷ് പറയാണ്, ആലോചിക്കാൻ ഒന്നുമില്ല ദാസപ്പേട്ട, വീട്ടുകാരുമായി സംസാരിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞ ദാസപ്പൻ അവിടെ നിന്ന് പോവുകയാണ്. ദാസപ്പൻ അവിടെ നിന്ന് പോയതിനു ശേഷം വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ജോലി ചെയ്യാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, ജോലി ചെയ്യായിരുന്നടാ, ഇപ്പൊ ഇവിടോട്ട് ഇരുന്നതേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയണ, ഇത് നല്ല വലിയ വീടാണല്ലോ പണിയുന്നത്, നമുക്കും ഫ്യൂച്ചറിൽ ഇതുപോലൊരു വലിയ വീട് പണിയണം. 4 പേർക്കും 4 റൂം, മോഡേൺ കിച്ചണ്, വലിയൊരു ഹോളിന്റെ നടുക്ക് ഒരു വലിയ TV. പിന്നീട് കാണിക്കുന്നത് രാവിലെ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച ദാസപ്പൻ പറയുന്നു, ഇന്ന് പെണ്ണിന്റെ വീട്ടുകാര് അങ്ങോട്ട് വരുന്നുണ്ട്, സുഭാഷിനെയും വീടും ഒക്കെ കാണാനായി. നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടാലല്ലേ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ സുഭാഷ് പറയണ, കാണേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ, പെണ്ണ് എങ്ങനെയാണെങ്കിലും എനിക്ക് ഓക്കെയാ. ഇത് കേട്ട് ദാസപ്പൻ പറയുകയാണ്, മേസ്തിരിക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ പെണ്ണിന് ഇഷ്ടപ്പെടണ്ടേ ചെറുക്കനെ? പെണ്ണ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാന്ന് ചെറുക്കൻ പറഞ്ഞെന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? ചെറുക്കനെ കണ്ട് സംസാരിച്ചാലല്ലേ അവർക്കും ഒരു വിശ്വാസം വരൂ. ഇത് കേട്ട് സുഭാഷ് ശരിയെന്ന് പറയുമ്പോൾ ദാസപ്പൻ പറയുകയാണ്, ആദ്യം ചെറുക്കനും പെണ്ണും കൂടി കാണട്ടെ, വീട്ടിൽ വന്ന് കാണുന്നോ അതോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണുന്നോ? പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാന്ന് സുഭാഷ് പറയുമ്പോൾ ദാസപ്പൻ ചോദിക്കാണ്, ആരൊക്കെയാ വരുന്നത്? മേസ്തിരിയും അനിയന്മാരും അനിയന്റെ ഭാര്യയും അത്രയൊക്കെയല്ലേ ഉള്ളൂ? അപ്പൊ സുഭാഷ് പറയണ, അത് വേണ്ട, ഞാൻ തനിച്ചു വരാം. വീട്ടിൽ ആരോടും ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല, ഇപ്പൊ ഞാൻ മാത്രം വരാം. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ വീട്ടുകാരെ അറിയിച്ചാൽ മതിയല്ലോ. ഇത് കേട്ട് ദാസപ്പൻ പറയുന്നു, ശരി ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ സുഭാഷ് പറയണ, ദാസപ്പേട്ട ഇപ്പൊ അനിയന്മാരും ഇത് അറിയണ്ട. ഇത് കേട്ട് ദാസപ്പൻ ചോദിക്കണ, അറിയാൻ എന്താ, പെണ്ണിന്റെ 2ാം കല്യാണം ആയതുകൊണ്ടാണോ? അപ്പൊ സുഭാഷ് പറയണ, അവര് വന്നാൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിഷമിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ദാസപ്പേട്ടനും പറയണ്ട, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. ശരി, ഞാൻ പെണ്ണിനോട് സംസാരിച്ചിട്ട് സുഭാഷിനെ വിളിക്കാന്ന് പറഞ്ഞ ദാസപ്പൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് നിധിയുടെയും നികേഷിന്റെയും ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ് സുധീഷ്. കുറച്ചപ്പുറത്തായി ഗായത്രിയും നിൽപ്പുണ്ട്. ഗായത്രി ഇടയ്ക്കിടയ്ക്ക് നികേഷിനെ നോക്കുന്നുണ്ട്, നികേഷും ഗായത്രിയെ നോക്കുന്നു. സുധീഷ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിനെ കുറിച്ചൊക്കെ സുധീഷ് നിധിയോട് സംസാരിക്കുകയാണ്. നിധി ബോറടിച്ചു നിൽക്കുമ്പോൾ നികേഷ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗായത്രിയെ തന്നെ നോക്കി നിൽക്കുന്നു. നിധി പറയണ, സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടുത്തെ സ്ഥലത്തിന്റെ വിലയൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇന്നലെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, അതിന് ഇതുവരെ റിപ്ലൈ മെയിൽ വന്നിട്ടില്ല, അതിന്റെ ടെൻഷനില്ല ഞാൻ. സുധീഷ് പറയണ, ഇങ്ങനെ ടെൻഷനായിട്ട് നിന്നാൽ റിപ്ലൈ മെയിൽ വരുമോ? എനിക്ക് ഒരു ടെൻഷനും ഇല്ല, സുധീഷ് ഒന്നും മിണ്ടാൻ നിൽക്കുമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എങ്കിൽ പിന്നെ ചിരിക്കോ? നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, ഇത് ഫേക്ക് ആയിട്ടുള്ള ചിരിക്ക, ശരിക്കൊന്ന് ചിരിക്ക്. ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കിയിട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, ഇതിലും ഭേദം നേരത്തെ ചിരിച്ചതായിരുന്നു. നികേഷിനെ ശ്രദ്ധിക്കുന്ന സുധീഷ് പറയണ, നിധി ഇത് കണ്ടില്ലേ? എന്താടാ കണ്ണുകൊണ്ട് സംസാരിക്കുകയാണോ? സ്വപ്നം കണ്ട് മതിയായില്ലേ? അപ്പൊ നികേഷ് പറയുകയാണ്, അവൾ എന്നെ തന്നെയല്ലേ നോക്കുന്നതെന്ന് എനിക്കൊരു സംശയം വന്നു. ഇത് കേട്ട് ഗായത്രിയെ നോക്കുകയാണ് സുധീഷ്. ഗായത്രി നാണത്തോടു കൂടി പുഞ്ചിരിച്ച അവരെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, കുട്ടി കാണാൻ കൊള്ളാം കേട്ടോ, എനിക്ക് ഓക്കെയാണ്. നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടൻ ഓക്കെയാണെന്നോ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനല്ലടാ പറഞ്ഞത്, നീ ഈ കുട്ടിയെ ട്യൂൺ ചെയ്യുന്നത് എനിക്ക് ഓക്കെയാണെന്ന്. അവള് നിന്നെ തന്നെയാ നോക്കുന്നത്, കണ്ണു മാറ്റുന്നില്ലല്ലോ. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ നികേഷ് പറയണ, ആ കുട്ടിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സുധീഷ് പറയണ, എങ്കിൽ പിന്നെ നീ പോയി സംസാരിക്ക്. ഞാൻ എങ്ങനെ സുധീഷിട്ട് സംസാരിക്കാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാ വാവുകൊണ്ട് സംസാരിക്കണം, ചെല്ലങ്ങോട്ട്. പേടിയാണെന്ന് നികേഷ് പറയും. സുധീഷ് പറയുന്നു, പേടിച്ച് നിന്നാൽ കാര്യം നടക്കില്ല, അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. അവനെ വെറുതെ വിടുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു, ആ പെണ്ണിനെന്തോ ഇവനോട് പറയാനുണ്ട്, പാവം എന്തിനാ വെറുതെ ആ കുട്ടിയെ വിഷമിപ്പിക്കുന്നേ? ഇവൻ ചെന്ന് സംസാരിച്ചാൽ എല്ലാം ഓക്കെ ആകുമല്ലോ, ചെന്ന് സംസാരിക്ക്, എന്നിട്ട് ഫോൺ നമ്പർ മേടിക്കും, പിന്നെ ഫോണിലൂടെ പ്രണയിക്കാലോ. അങ്ങനെ സുധീഷ് നികേഷിനെ നിർബന്ധിച്ച് ഗായത്രിയുടെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ഇത്, അവനെ വെറുതെ വിട്. അപ്പൊ സുധീഷ് അറിയണ, പിന്നെന്താ വേണ്ടത്? ഇങ്ങനെ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പേടിച്ചു നിന്നാൽ എങ്ങനാ? പ്രണയിച്ചാലും പ്രണയിച്ചില്ലെങ്കിലും അവന്റെ പേടി മാറട്ടെ. നാളെ അവൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പെൺകുട്ടികൾ കാണും, അവരോടൊക്കെ സാധാരണ പോലെ സംസാരിക്കണ്ടേ? ഇങ്ങനെ പേടിച്ചു മാറി എന്നാ പറ്റൂ? നിധി പറയണേ, എന്നോടൊരു രീതി പറയും, അവനോട് മറ്റൊരു രീതി പറയും, നിങ്ങൾ ശരിക്കും ആരാ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, ഈ പയ്യനെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട നിധി ചോദിക്കാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? നികേഷിന് എന്തിന്റെ കുറവാ? അപ്പൊ സുധീഷ് പറയണ, അയ്യോ കുറവൊന്നും ഉണ്ടെന്നല്ല പറഞ്ഞത്, അവൻ ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയല്ലേ, അങ്ങനെയുള്ള അവനെ പ്രണയിക്കാൻ ഒരു പെണ്ണ് വന്നത് പറഞ്ഞതേ ഉള്ളൂ. ഗായത്രിയുടെ അരികിലേക്ക് വന്ന് നികേഷ് ഹലോ എന്ന് പറയുമ്പോൾ ഗായത്രിയും ഹലോ എന്ന് പറയുകയാണ്. നികേഷ് തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സംസാരിക്കുന്ന കണ്ണുകൊണ്ട് കാണിക്കുകയാണ് സുധീഷ്. നികേഷ് പറയണ, കുട്ടിക്ക് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുവാ, ഞാൻ ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല, അത് കുട്ടിയോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചത്. എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സുധീഷും നിധിയും സംസാരിച്ചു കേൾക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട്
ഗായത്രി പറയുന്നു സംസാരിക്കാനുണ്ട്. സുധീഷ് പറയണ ബസ് സ്റ്റോപ്പിൽ കണ്ട് പ്രണയം വന്നതാ. അപ്പൊ നിധി പറയണോ സുധീഷ് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കണ്ട, അവർക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പൊ സുധീഷ് പറയണ നിധി വേണമെങ്കിൽ നോക്കിക്കോ, ഇത് പ്രണയം തന്നെയാ. ഗായത്രി നികേഷിനോട് ചോദിക്കുന്നു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പറയൂന്ന് നികേഷ് പറയുമ്പോൾ ഗായത്രി പറയണ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാണോ? എനിക്കറിയാം കല്യാണം കഴിഞ്ഞതല്ല എന്ന്. എനിക്ക് നിങ്ങളുടെ ചേട്ടനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എപ്പോ നോക്കിയാലും ദേഷ്യപ്പെടുന്നത് കാണാം. എനിക്ക് അടുത്ത് പോയി സംസാരിക്കാൻ പേടിയാ, അതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ ഇങ്ങ് വരും. നികേഷ് മനസ്സിൽ പറയണ ആരുടെ കാര്യം പറയുന്നത്? ഹരീഷ് ചേട്ടന്റെ കാര്യമാണോ? ഗായത്രി പറയുന്നു എനിക്ക് തന്റെ ചേട്ടനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നേരെ ചെന്ന് സംസാരിക്കാൻ പേടിയാ. എനിക്ക് ചേട്ടന്റെ നമ്പർ തരുമോ? നമ്പർ തന്നാൽ ഞാൻ മെസ്സേജ് അയച്ച് ഈസി ആയിട്ട് സംസാരിച്ചോളാം. ഞാൻ ചേട്ടനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് കേട്ട് നികേഷിന്റെ മുഖം വാടുകയാണ്. ഗായത്രി സംശയത്തോടു കൂടി നികേഷിനെ നോക്കുമ്പോൾ നികേഷ് മനസ്സിൽ പറയുന്നു ആരുടെ കാര്യം ഈ പറയുന്നത്? ഹരീഷ് ചേട്ടന്റെ കാര്യമായിരിക്കും. അങ്ങനെ നികേഷ് സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ ആകാംക്ഷയോടുകൂടി സുധീഷ് ചോദിക്കുന്നു എടാ ആ പെണ്ണെന്താ പറഞ്ഞേ? നീ സംസാരിച്ചോ? കുറച്ചേരം സംസാരിച്ചല്ലോ. അവള് പ്രണയം തുറന്നു പറഞ്ഞോ? ഒന്ന് മിണ്ടാതിരിക്കും സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ എന്താണ് സംഭവിച്ചത്? നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? നികേഷ് പറയണ ആ കുട്ടിക്ക് ചേട്ടന്റെ നമ്പറാ വേണ്ടതെന്ന്. സുധീഷ് ചോദിക്കുന്നു ചേട്ടന്റെ നമ്പറോ? ഏത് ചേട്ടന്റെ നമ്പർ? അപ്പൊ നികേഷ് പറയണ എനിക്ക് നാണക്കേട് തോന്നുക സുധീഷ് ഏട്ടാ, ആ പെണ്ണ് എന്നോടല്ല സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഹരീഷ് ഏട്ടന്റെ നമ്പറാ ചോദിക്കുന്നത്. ഇത് കേട്ട് നിധിയും സുധീഷും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുമ്പോൾ നികേഷ് പറയണ ഹരീഷ് ഏട്ടനോട് സംസാരിക്കാൻ ആഗ്രഹമാണെന്ന്. ഹരീഷ് ഏട്ടൻ എപ്പോഴും ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ചെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു. ഇതെല്ലാം കേട്ട് നിധി പൊട്ടിച്ചിരിക്കുമ്പോൾ നികേഷ് പറയണ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന് എനിക്കറിയാം, ഫോൺ നമ്പർ താ, മെസ്സേജിലൂടെ സംസാരിച്ചോളാന്ന്. ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കണ ഹരീഷിന് വേണ്ടിയായിരുന്നോ അവള് നിന്നോട് സംസാരിച്ച്? ഇത് ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോ. നിധി പറയുന്നു അത് വിടടാ നികേഷ്, ബസ് ലേറ്റ് ആകുമെന്ന് തോന്നുന്നു, നമുക്ക് ഓട്ടോയിൽ പോവാം. അങ്ങനെ നിധി ഒരു ഓട്ടോ കാണിച്ച് അതിലേക്ക് കയറി നികേഷിനെ വിളിക്കുമ്പോൾ സുധീഷ് പറയണ നിധി വയ്ക്കോ, ഞാൻ നികേഷിനെ ഡ്രോപ്പ് ചെയ്തോളാം. തുടർന്ന് ബൈക്കിൽ പോകുന്ന നികേഷ് പറയണ സുധീഷ് ഏട്ടാ എനിക്ക് കോളേജിൽ പോണം. എന്തിനാ ഇപ്പം ഹരീഷ് ഏട്ടന്റെ മെക്കാനിക് ഷോപ്പിലേക്ക് പോകുന്നേ? അപ്പൊ സുധീഷ് പറയണ നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുവിടാം. ഒരു പെണ്ണ് ഹരീഷിന്റെ ഫോൺ നമ്പർ ചോദിച്ചല്ലേ, അതപ്പോ പറയണ്ടേ? നികേഷ് പറയുന്നു സുധീഷ് ഏട്ടാ എനിക്ക് വിഷമമായി, ആ പെണ്ണ് എന്നെ നോക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ സുധീഷ് പറയണ നീ വിഷമിക്കണ്ടടാ, പ്രേമിക്കാനുള്ള പ്രായമൊന്നും ആയില്ല നിനക്ക്, നിന്നെ ഒരു പെണ്ണ് നോക്കാൻ ഇനി സമയം എടുക്കും. എന്റെ പ്രായം തന്നെ നീ നോക്ക്, ഇതുവരെ ഒരു പെണ്ണ് പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? എന്തിന്? ഞാൻ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നിധി പോലും എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല, അതോർത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ടോ? നിനക്കൊക്കെ സമയമുണ്ടല്ലോ നികേഷ്. ഹരീഷിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട്, ഇപ്പതേ രണ്ടാമത്തെ പെണ്ണും വന്നിരിക്കുന്നു. ഇത് പറയുമ്പോഴുള്ള അവന്റെ റിയാക്ഷൻ കാണണ്ടേ നമുക്ക്. തുടർന്ന് മെക്കാനിക് ഷോപ്പിലേക്ക് വരുന്ന അവര് കാണുകയാണ് ഹരീഷും നീതുവും ചിരിച്ച് സംസാരിച്ചിരിക്കുന്നത്. സുധീഷ് പറയണ എടാ നികേഷ്, എപ്പൊ ഞാൻ ഇവിടെ വന്നാലും ഇവൾ ഇവിടെ ഉണ്ട്, ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പൊ അതിനെ കുറിച്ച് പറയണ്ട, നീതു ഇവിടെ ഉള്ളതല്ലേന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്റെ കൂടെ വാ. നീതു ഉടനെ പോകുന്നില്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ ഞാൻ രാത്രി വരെ ഇവിടെ തന്നെ കാണും. എന്താ? അപ്പൊ സുധീഷ് പറയണ ഞാനിപ്പോ തന്നെ പോകും, നികേഷിനെ കോളേജിൽ കൊണ്ടാക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇവൻ എന്ത് പറ്റിയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ എന്ത് പറയാനാടാ, ഒരു പെണ്ണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്നിവൻ ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. ഇവൻ പേടിച്ച് സംസാരിച്ചില്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ സുധീഷ് ഏട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന, ഞാൻ പോവാ. കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു നിക്കടാ അവിടെ, നിന്നെ കളിയാക്കിയതല്ല, സന്തോഷമുള്ളൊരു കാര്യം ഹരീഷിനോട് പറയാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്താ സന്തോഷമുള്ള കാര്യമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ പറയാടാ, ആ പെണ്ണ് ഇവനെ ഇഷ്ടപ്പെട്ട് ഇവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ നമ്മൾ വിചാരിച്ചു, പക്ഷെ ആ പെണ്ണിന് ഇഷ്ടം ഹരീഷിനെയാണെന്ന്. ഇത് കേട്ട് ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഹരീഷും നീതുവും. ഹരീഷിനെ നോക്കിയിട്ട് നീതു ചോദിക്കുന്നു ഹരീഷിനെയോ? അപ്പൊ സുധീഷ് പറയുന്നു എന്തിനെങ്ങനെ ഷോക്ക് ആകുന്നത്, പറയാൻ വന്നത് പറഞ്ഞു തീർക്കട്ടെ, ഇതുകൊണ്ടാ നീ ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് പറഞ്ഞു. വെറുതെ ഓരോന്ന് പറയല്ലേ സുധീഷ് ഏട്ടാ ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലടാ, നികേഷിനോട് ചോദിച്ചു നോക്ക്, ആ പെണ്ണ് കൃത്യമായിട്ട് പറഞ്ഞു നിന്നെ അവൾക്ക് ഇഷ്ടമെന്ന്, നിന്നോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവൾക്ക് അറിയത്തില്ലെന്ന്, അതുകൊണ്ട് നീ നിന്റെ ചേട്ടന്റെ നമ്പർ തന്ന് ഇവനോട് ചോദിച്ചു. ഇത് കേട്ട് നീതു പറയുകയാണ് അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഹരീഷിന്റെ നമ്പർ ചോദിച്ചത്? ആരാ ഹരീഷ്? ഞാൻ അറിയാത്ത അവൾ, ശരിക്കും നീ വേറൊരു പെണ്ണോട് സംസാരിക്കാറുണ്ട്? അപ്പൊ ഹരീഷ് പറയണ നീതു ഇവര് പറയുന്ന പെണ്ണ് ആരാന്ന് എനിക്ക് അറിയില്ല. നീതു ചോദിക്കണ അറിയാതെയാണോ നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നത്? സുധീഷ് പറയണ നീതു ഹരീഷ് പറഞ്ഞത് സത്യോ, അവൻ ആ പെണ്ണ് ഏതാന്ന് പോലും അറിയത്തില്ല. അപ്പൊ നീതു പറയണ ആരാന്ന് പോലും അറിയാത്തൊരു പെണ്ണ് സംസാരിക്കണമെന്ന് പറയോ? ഇത് കേട്ട് സുധീഷ് പറയുന്നു അങ്ങനെയല്ല നീതു, ആ പെണ്ണ് എവിടെ വെച്ചോ ഹരീഷിനെ കണ്ടിട്ടുണ്ട്, അവനപ്പം ദേഷ്യപ്പെടുന്നത് കണ്ടെന്ന്, അത് കാരണം അടുത്ത് വന്ന് സംസാരിക്കാൻ അവൾക്ക് പേടിയാണ്, നികേഷിനെ ദൂത് വിടാനാ അവളുടെ പ്ലാൻ. ഇത് കേട്ട് നീതു ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയണ സത്യമായിട്ടും എനിക്ക് ഇതൊന്നും അറിയത്തില്ല നീതു. നീതു ചോദിക്കണ ആരാ അവള്, അവളുടെ ഡീറ്റെയിൽസ് ഇതാ. അപ്പൊ നികേഷ് പറയണ അവൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നതാ, ദിവസവും ഞാൻ ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറുന്നത്. നീതു പറയണ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ ഹരീഷിനെ നോക്കുന്ന അവള്, അവിടെ കയ്യും കാലും തല്ലി പിടിക്കും ഞാൻ. അപ്പൊ ഹരീഷ് പറയണ നീതു നീ ഒന്ന് അടങ്ങ്, എന്തിനെങ്ങനെയാണെന്ന് വളം വെക്കുന്നത്? അപ്പൊ നീതു ചോദിക്കണ എടാ ഹരീഷ് നീ എന്നെ ചതിക്കുകയായിരുന്നു. അപ്പൊ സുധീഷ് പറയുന്നു നീതു ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണ് ആരാണെന്ന് പോലും ഹരീഷിന് അറിയില്ല, അവൾ എവിടെ വെച്ചോ ഹരീഷിനെ കണ്ടു ഇഷ്ടപ്പെട്ടു, പക്ഷെ
അവൾക്ക് ഹരീഷിനോട് സംസാരിക്കാൻ പേടിയാ. അതുകൊണ്ടാ നികേഷ് വഴി സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നിധു പറയണ അത് ശരി, നാട്ടില് കാണാൻ ഭംഗിയുള്ള ഒരുത്തനും പാടില്ലേ, അപ്പൊ തന്നെ ഓരോരുത്തിമാര് വരും. ഇവക്കൊന്നും വേറെ ആളെ കിട്ടിയില്ല. നികേഷ് അവൾ ആരാണെന്ന് തന്നെ കാണിച്ചു തരണം. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കണ നീതു എന്താ ദേഷ്യം? അപ്പൊ നിധു പറയണ ദേഷ്യം വരാതിരിക്കോ, ഹരീഷിന് വേറെ ആളുണ്ടെന്ന് അവിടെ വെച്ച് തന്നെ പറയത്തില്ലായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ അതെ പറയത്തില്ലായിരുന്നു. അപ്പൊ നിധു പറയണ അത് പറയാതെ ഇവിടെ വന്നിട്ട് ഹരീഷിന് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നു. ഞാൻ ആ പെണ്ണിനോട് സംസാരിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധു പറയണ നികേഷ് ഹരീഷിന് വേറെ ആളുണ്ടെന്ന് നിനക്ക് അവളോട് പറയത്തില്ലായിരുന്നോ? അപ്പൊ നികേഷ് ചോദിക്കണ ഞാൻ എന്തിനാ പറയുന്നത്, എനിക്ക് വേറെ ജോലിയില്ലേ? അപ്പൊ സുധീഷ് പറയണ അവൻ എങ്ങനെ പറയാനാ, ഇത്രയും നാളും ഇവൻ വിചാരിച്ചത് ആ പെണ്ണ് ഇവനെയാ നോക്കുന്നതെന്ന്. ഇപ്പം ചേട്ടന്റെ നമ്പർ ചോദിച്ചാൽ ഇവന് സഹിക്കോ? ആ ടെൻഷനില് നീതുവിനെ കുറിച്ചൊക്കെ ഇവന് പറയാൻ പറ്റുമോ? നീതു പറയുന്നു എനിക്ക് അവൾ ആരാണെന്ന് അറിയണം നികേഷ്, നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ലേ? അപ്പൊ നികേഷ് പറയണ എന്റെ നമ്പർ ഒന്നുമില്ല. ദിവസവും രാവിലെ 8:30 മണിക്ക് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും, വൈകുന്നേരം അതേ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുകയും ചെയ്യും. ഇത് കേട്ട് നീതു ചോദിക്കണ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഞാൻ കണ്ടോളാം അവളെ. സുധീഷ് ചോദിക്കണ നീ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് എന്തിനാ, ഹരീഷ് ചെന്നാ അവള് സന്തോഷിക്കും. അപ്പൊ നീതു പറയണ ആ പോകും, പോയാൽ ഞാൻ ഹരീഷിനെ വെച്ചേക്കില്ല. എന്താ സുധീഷ് ഏട്ടാ ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് നീതുവിനെ നോക്കുകയാണ്. അപ്പൊ നികേഷ് പറയണ സുധീഷ് ഏട്ടാ എനിക്ക് കോളേജിൽ പോകാൻ സമയമായി, പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, വാ സുധീഷ് ഏട്ടാ നമുക്ക് പോകാന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷിന്റെ ഷട്ടർ കുത്തിപ്പിടിച്ച് നീതു ചോദിക്കുന്നു ശരിക്കും ആ പെണ്ണ് ആരാണെന്ന് നിനക്ക് അറിയത്തില്ലേ? അപ്പൊ ഹരീഷ് പറയണ സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല നീതു, സുധീഷ് ഏട്ടൻ പറഞ്ഞത് ആരുടെ കാര്യമാണെന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ട് നീതു പറയണ സത്യമാണല്ലോ, ഇനി അവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം, വെറുതെ പ്രശ്നത്തിന് ഏൽക്കല്ലെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയാണ് അവളെ ഞാൻ വെച്ചേക്കില്ല. അവക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഹരീഷിന്റെ അനിയന്റെ അടുത്ത് നമ്പർ ചോദിച്ചേ, അവളെ ഞാൻ ഇന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നീതു ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. നീതു എന്ന് വിളിച്ച ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് ഹരീഷ്. തുടർന്ന് രണ്ടാം കെട്ടുകാരിയായ ആ പെണ്ണിനെ കാണാനായി ദാസപ്പന്റെ ഒപ്പം റെസ്റ്റോറന്റിലേക്ക് വരികയാണ് സുഭാഷ്. ആ പെൺകുട്ടിയും ബ്രദറും കൂടി അവിടേക്ക് വരികയാണ്. ദാസപ്പൻ പറയാണ് ഇതാണ് പയ്യൻ, പേര് സുഭാഷ്, മേസ്തിരിയായിട്ട് ജോലി ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ആ പെൺകുട്ടി തന്റെ കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറയുകയാണ്. BBA വരെ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ്, ജോലി ചെയ്യുന്നില്ല, ഇതെന്റെ ബ്രദർ ആണെന്നൊക്കെ. അവർ ചോദിക്കുന്നു സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ? അപ്പൊ സുഭാഷ് പറയണേ ഇല്ല. അവർ ചോദിക്കുന്നു എന്റെ കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞില്ലേ? ദാസപ്പൻ പറയണേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സുഭാഷ് പറയണ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറയണേ ഇല്ല, ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചു നാളിനുള്ളിൽ കിട്ടും. ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറയാം. ഞാനും എന്റെ എക്സ് ഹസ്ബൻഡും പ്രണയിച്ച് കല്യാണം കഴിച്ചവർ. എന്റെ വീട്ടിൽ ആർക്കും അത് ഇഷ്ടമല്ലായിരുന്നു, വഴക്കുണ്ടാക്കിയ കല്യാണം നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ലായിരുന്നു, ദിവസവും വഴക്കായിരുന്നു. 4-5 വർഷം ഞാൻ എങ്ങനെയൊക്കെയോ ആ ജീവിതം ജീവിച്ചു തീർത്തു. പിന്നീട് മുന്നോട്ട് പോകില്ലാന്ന് തോന്നി. കഴിഞ്ഞ 2 വർഷമായി ഞാൻ എന്റെ വീട്ടിലാ. ഇപ്പോഴാ ഡിവോഴ്സിന് സമ്മതിച്ചത്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അവനില്ലാതെ ഞാൻ ജീവിക്കില്ല എന്ന് അവന്റെ വിചാരം. അങ്ങനെയല്ലാന്ന് എനിക്ക് അവന്റെ മുന്നിൽ തെളിയിക്കണം. ഡിവോഴ്സ് കിട്ടിയാലുടനെ എനിക്ക് വേറെ കല്യാണം കഴിക്കണം. എന്റെ വീട്ടുകാരും അങ്ങനെയാ ചിന്തിക്കുന്നത്. അവൻ വിചാരിക്കുന്നത് പോലെയല്ല, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത നാൾ മുതൽ ചെറുക്കനെ അന്വേഷിക്കുന്നത്. ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ സുഭാഷ് പറയണ ആ മനസ്സിലാവുന്നുണ്ട്, ഇതാണ് എന്റെ പാസ്റ്റ്. ഇത് സുഭാഷിന് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് സുഭാഷ് പറയുമ്പോൾ ദാസപ്പൻ പറയണ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, മേസ്തിരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, മേസ്തിരിക്ക് സമ്മതം, എനിക്ക് ഓക്കെ ആണെന്ന് സുഭാഷ് പറയുമ്പോൾ ആ പെൺകുട്ടി പറയണ എങ്കിലും ഞാനെന്ന് ചോദിക്കുന്നത് നല്ലതല്ലേ? നാളെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സുഭാഷ് വിഷമിക്കാൻ പാടില്ല. അപ്പൊ സുഭാഷ് പറയണ ദാസപ്പേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞു, എനിക്ക് ഓക്കെയാ. അപ്പൊ ദാസപ്പൻ പറയണ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെ ഉടനെ നടത്താം. ആഗ്രഹിച്ചതുപോലെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിവോഴ്സിന് ശേഷം ഒരു ദിവസം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കേണ്ടി വരും. ആ പെൺകുട്ടി പറയുന്നു അതാ എനിക്ക് വേണ്ടത്, ഡിവോഴ്സ് കിട്ടിയിട്ട് ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരിക്കാൻ പാടില്ല. അവിടെ അവനും പെണ്ണ് നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അവന്റെ കല്യാണത്തിന് മുമ്പേ എന്റെ കല്യാണം നടക്കണം. ഇതെല്ലാം സുഭാഷിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് മീറ്റ് ചെയ്തത്. സുഭാഷിന് എന്നോട് ചോദിക്കാനൊന്നുമില്ല. അപ്പൊ സുഭാഷ് പറയണ എന്ത് ചോദിക്കാനാ, എല്ലാം പറഞ്ഞല്ലോ. എന്റെ വീട്ടില് ഞാനും എന്റെ 3 അനിയന്മാരും അച്ഛനും എന്റെ ആദ്യത്തെ അനിയന്റെ ഭാര്യയും ഉണ്ട്. ഞങ്ങളുടെ അമ്മ ചെറുപ്രായത്തിലെ മരിച്ചതാ. ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവസാനം വരെ ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം. എന്റെ അനിയന്മാരെന്റെ ജീവനാ, അവരില്ലാതെ എനിക്കും ഞാനില്ലാതെ അവർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ മേസ്തിരിയാണ്. എന്നെ കുറിച്ച് വേറെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ആ പെൺകുട്ടി പറയുന്നു ഇതൊക്കെ എനിക്കും അറിയാം. സുഭാഷ് ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. പുഞ്ചിരിച്ച ആ പെൺകുട്ടി പറയുന്നു ഞാൻ പറയാം. അങ്ങനെ പെൺകുട്ടി ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ്. തുടർന്ന് ജ്യൂസ് കുടിച്ച് അവർ സംസാരിച്ചിരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്